ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പേസാണ് നമ്മളുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മോണിറ്റൈസേഷൻ്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇതിന് മുന്നേ നമ്മളെല്ലാ പഴയ വീഡിയോസിൻ്റെ എല്ലാം നമ്മളുടെ ഇൻട്രോ എടുത്തിരുന്നത് ഈ ഒരു റൂമിലാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്തത് തന്നെ. സത്യത്തിൽ ഇത് മുന്നേ നമ്മളുടെ ഒരു ബാർ ഏരിയയും അങ്ങനത്തെ ഒരു ഏരിയ ഒക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഇത്രയും നല്ല വിൻഡോസ് ഉണ്ടല്ലോ, നമ്മളുടെ ഫുൾ വെളിച്ചവും കാര്യങ്ങളൊക്കെ വരുന്ന വിൻഡോസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്പേസ് ആക്കാമെന്ന് വെച്ചിട്ടാണ് കുറേ ചെടികളൊക്കെ വെച്ചത്. പക്ഷേ ഇവിടെ എത്ര ചെടികൾ വെച്ച് കഴിഞ്ഞാലും ഒന്നിനും കേടുവരില്ല, കാരണം അത്രയും സൺലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ നമ്മൾ ഈ വിൻഡോസും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിടും. എല്ലാ ദിവസമൊന്നും അല്ല, വല്ലപ്പോഴൊക്കെ തുറന്നിടുള്ളൂ. അപ്പോൾ അവർക്കൊരു കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇവർ നല്ല ഹാപ്പിയാണ്, ഉഷാറായിട്ട് പോകണു. വേറെ എവിടെ എന്തൊക്കെ പ്ലാൻസ് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കേടുവരും. ഇടയ്ക്ക് നമ്മൾ അവരുടെ അടുത്ത് പുറത്ത് വയ്ക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഭയങ്കര ഓക്കെയാണ് അവർ. ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു വീഡിയോ ആണ്. കാരണം കഴിഞ്ഞ ദിവസം മോണിറ്റൈസേഷൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ആകെ എന്താ പറയുക, നമ്മളുടെ ചെടികളൊക്കെ ഇല്ലേ, എല്ലാത്തിലും മണി പ്ലാന്റുകളാണ് മെയിനായിട്ട്. അവർക്കൊക്കെ കുറേ അങ്ങനെ ലീഫുകളൊക്കെ ഇങ്ങനെ കരിഞ്ഞ് നിൽക്കണതൊക്കെ കണ്ടു. പക്ഷെ നമ്മൾ നനയ്ക്കുന്നുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസമാണ് നനയ്ക്കുന്നത്. പക്ഷെ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ചിലപ്പോൾ ചില ആഴ്ചയിൽ തന്നെ, പക്ഷെ ആ വരുന്ന ദിവസം ആകുമ്പോഴേക്കും ചിലപ്പോൾ ഒരു വാടി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ കരിഞ്ഞ പ്ലാന്റ് കുറേ നാളുകളായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. കാരണം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്നത് വൈകിട്ടാണ് വരാം. വൈകുന്നേരം കിടക്കാൻ നേരം ആകുമ്പോൾ ഇങ്ങനെ വന്ന് ജസ്റ്റ് ഒന്ന് തുറക്കും, അതിൽ വെള്ളം ഒഴിച്ചിട്ട് പോവും, അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ കരിയിലയും കാര്യങ്ങളൊന്നും പറക്കാറില്ല. ഇവരൊന്നും കെയർ ചെയ്യാറൊന്നുമില്ല, ജസ്റ്റ് വരും, വെള്ളം ഒഴിക്കും, പോവും, അത്ര മാത്രമാണ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുക്കാൻ പോവല്ലേ, അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ക്ലീൻ ആക്കിയിട്ടൊക്കെ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്ലീൻ ആക്കണ കൂട്ടത്തിൽ നമുക്ക് എന്തായാലും നമ്മളുടെ കയ്യിൽ കുറച്ച് സീവീഡ് സൊല്യൂഷൻ ഉണ്ട്. അത് നേരത്തെ ഞാൻ മിക്സ് ചെയ്യണ കണ്ടിട്ടുണ്ടാവും. അതാണ് സാധാരണ ഞാൻ ഇൻഡോർ പ്ലാന്റ്സിന് നമ്മളുടെ സീവീഡ് സൊല്യൂഷനാണ് ഒഴിച്ചു കൊടുക്കുക. കാരണം വേറെ എന്തെങ്കിലും കെമിക്കലോ പിന്നെ ചാണകപ്പൊടി അങ്ങനെയൊന്നും നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ സീവീഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടും. അതൊരു 5 ml 1 ലിറ്റർ വെള്ളത്തിൽ, അത് കുപ്പിയിലാക്കിയിട്ട് എടുത്തതെന്ന് വെച്ചാൽ അളവ് അറിയാനും പിന്നെ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്യല്ലോ, നമ്മളിങ്ങനെ ഒഴിക്കാനൊക്കെ അല്ലേ. അപ്പോൾ അതാണ് എല്ലാവർക്കും കൂടെ ഒഴിച്ചു കൊടുക്കണം. കുറച്ചീശെ നമ്മൾ വെള്ളവും ഇതൊക്കെ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിലിൻ്റെ ആ ഭാഗത്തുനിന്ന് തൂങ്ങിക്കെടുക്കണതാണ്. അപ്പോൾ നമ്മളുടെ ഈ CC പ്ലാന്റ് മാത്രമാണ് മണ്ണിലുള്ളൂ. ബാക്കി നമ്മളുടെ ചെടികൾ, ഇങ്ങനെ തൂങ്ങിക്കെടുക്കുന്ന ചെടികളെല്ലാം വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത്. കാരണം അവർ പെട്ടെന്ന് ഡ്രൈ ആവും മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ. കാരണം നമ്മളെപ്പോഴും ഫാൻ ഇടുകയാണ്, പിന്നെ പൊടി എപ്പോഴും പറക്കും. അപ്പോൾ പരമാവധി ഞാൻ വെള്ളത്തിലാണ് വെച്ചിരിക്കണത്. അപ്പോൾ ഇത് മുഴുവൻ ഇവ പറക്കി കളയുന്ന മുഴുവൻ മില്ലിയുടെയും കുക്കിയുടെയും ഒക്കെ പൂടകളാണ്. അത് ശരിക്കും പറയുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ശരിക്കും പൂടിയൊക്കെ കളഞ്ഞ് ബ്രഷ് വെച്ചൊക്കെ ഇതാക്കണം. പക്ഷേ അങ്ങനെ ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ പിന്നെ സ്റ്റെയർ കേസിൻ്റെ അവിടേക്ക് പോകുമ്പോൾ ആ ഒരു വിൻഡോ ഉണ്ട്, അവിടെ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും തുറന്നിടുന്നത് ഒരു ജനാലയുടെ പാളി മാത്രമാണ്, ബാക്കി രണ്ടും തുറക്കാറൊന്നുമില്ല. പക്ഷെ നല്ല ലൈറ്റ് ഉള്ളതുകൊണ്ട് അവർ ഉഷാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്കും ഈ പറഞ്ഞമാതിരി അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല, കാരണം അവർ അത് ഓവർഫ്ലോ ചെയ്തങ്ങ് പോരും നമ്മൾ സ്റ്റെയർ കേസിൽ, പിന്നെ നമ്മൾ വഴിക്ക് വീഴണം. അത് കാരണം ഇതും അവർക്കും അതെ കേട്ടോ, ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം മതി, ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കണം മാത്രം. ഇല്ലെങ്കിലും ഈ മണി പ്ലാന്റ് കുഴപ്പമില്ല, കാരണം അവരിങ്ങനെ വാടി നിൽക്കണ കാണുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്താലും മതി. ഈ മണി പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും വളർത്താം, ഏത് മടിയന്മാർക്ക് വേണമെങ്കിലും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണ പ്ലാന്റ്സാണ് ഈ മണി പ്ലാന്റ് എന്ന് പറയണത്. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള കുറച്ച് അക്രമങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. കാരണം ഈ പറഞ്ഞമാതിരി സ്ക്രിപ്റ്റും രചനയും സംവിധാനവും ക്യാമറയും എഡിറ്റിങ്ങും എല്ലാതും ഒരാളായതുകൊണ്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്താലാണ് ഇതൊരു വൃത്തിയിൽ കിട്ടുക. ഞാൻ പറഞ്ഞല്ലോ മോണിറ്റൈസേഷൻ്റെ സമയത്ത് എഡിറ്റിങ്ങൊക്കെ നമ്മൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ പോട്ടെ. പിന്നെ നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ടെറസാണ്, ബാൽക്കണിയിൽ നിന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ നിറയെ ചെടികളുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടാവും, പഴയ വീഡിയോയിൽ ഞാൻ അഡീനിയം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേ ഉണ്ടായിരുന്നു, 10-25 ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇവിടെ നിന്ന് എടുത്ത് മാറ്റി. നമ്മളുടെ ടെടിയുടെ കൂട്, പിന്നെ നമ്മുടെ ബോഗൈൻവില്ലയ്ക്ക് നമ്മളുടെ വീടടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, പോളി കാർബണേറ്റിന്, അതിൻ്റെ റൂഫൊക്കെയാണ് കാണുന്നത്.
പിന്നെ നമ്മളുടെ കാർ പോർച്ചിൻ്റെ വൈറ്റ് ആയിരുന്നു, ഇപ്പം അത് വേറെ കളറായി. പിന്നെ നമ്മളുടെ ബോഗൻ വില്ലാസ്, ആ സ്റ്റാൻഡും ഇരിക്കുന്ന ബോഗൻ വില്ലാസ്. അപ്പം അതൊക്കെയാണ് പുറത്തേക്ക് ഈ ബാൽക്കണിയിലേക്കുള്ള കാഴ്ചകൾ എന്ന് പറയണത്. പിന്നെ നമ്മളുടെ ഈ ഒരു പിയാനോ തന്നെയല്ല അതിന് പറയാം, ഓക്കെ. അങ്ങനെ കുറച്ച് അറ്റകുറ്റ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളുടെ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഇരിക്കാറില്ല. ഈ ടേബിൾ ഇതിൻ്റെ അകത്തുള്ളതാണ്. അത് ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് എടുത്ത് വെച്ചതാണ്. അപ്പോൾ പിന്നെ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ സൈഡിൽ കൂടി ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു റൂമുണ്ട്. അത് നമ്മളുടെ പിള്ളേരുടെ സ്റ്റഡി റൂം കം ഡ്രസ്സിങ് റൂം എന്നാണ് അതിൻ്റെ പേര്. പക്ഷേ ഡ്രസ്സുകൾ ഇടുമെന്ന് മാത്രം, സ്റ്റഡി റൂം ഇതല്ല. സ്റ്റഡി റൂമിൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ സ്റ്റഡി അവർ ചെയ്യാറില്ല ഇവിടെ ഇരുന്നിട്ട്, ഒക്കെ താഴെയാണ്. അവർക്കിവിടെ അലർജിയാണ് ഇവിടെ ഇരിക്കണത്, ഇഷ്ടമല്ല അവർക്ക്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ തയ്യൽ മെഷീനൊക്കെ അവിടെ കൊണ്ടിട്ടുണ്ട് അത്യാവശ്യം. പിന്നെ ഡ്രസ്സിങ് റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സുകളൊക്കെ ഇവിടെ ഇടും ഈ കബോർഡിൽ. പിന്നെ ഈ വക മേക്കപ്പ് സാധനങ്ങൾ, ആ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കും. ഇതെന്ന് പറഞ്ഞാൽ കമ്മലിൻ്റെ മാത്രം ഒരു സെക്ഷനാണ് കേട്ടോ. എനിക്കെന്ന് വെച്ചാൽ ഭയങ്കര ക്രേസുള്ള സാധനമാണ് ഈ കമ്മൽ. ഞാൻ സ്ഥിരമായിട്ട് വളയല്ല, ഒരു ബ്രേസ്ലെറ്റാണുള്ളത്. മാലയാണെങ്കിലും മോതിരങ്ങളായാലും ഒന്നും മാറ്റില്ല. പക്ഷെ കമ്മലുകൾ ഞാനിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുക. എവിടെ കമ്മൽ അങ്ങനെ ഒരു ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ, കയറി കഴിഞ്ഞാൽ അപ്പോൾ കമ്മൽ വാങ്ങിക്കും. ലൈറ്റ് വെയിറ്റാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ വെറൈറ്റി കമ്മലുകൾ, അത് പിള്ളേർക്കും അതേട്ടാ, അതങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഈ റൂമിലേക്ക് വന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വിൻഡോയുടെ അവിടെ ഇവർ സ്റ്റഡി റൂം ആക്കുവാണല്ലോ. അപ്പോൾ ഈ വിൻഡോയുടെ അവിടെ ഞാൻ കുറച്ച് ചെടികൾ, മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ മില്ലിക്കുട്ടി എൻ്റെ കൂടെ വന്നതാണ്. മിക്കപ്പോഴും ഡോർ തുറന്നെടുക്കാന്ന് വെച്ചാൽ അത് അവളുടെ സ്ഥലമാണ്. ഈ 2 റൂമിൽ എവിടെയെങ്കിലും അവളുണ്ടാവും. അപ്പോൾ ആ ചെടികൾ കാണിക്കാനാണ് ആ റൂമിലേക്ക് കൊണ്ടുപോയത് നിങ്ങളെ. പിന്നെ ഇതൊരു ഫേവറേറ്റ് സാധനമാണ് എൻ്റെ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൽ എന്നിട്ട് വെള്ളത്തിലാണ് നമ്മൾ ചെടികൾ വെച്ചിരിക്കണം കേട്ടോ. നമ്മളുടെ എന്തായിരുന്നു അതിൻ്റെ പേര്, നമ്മളുടെ ഫിലോഡെൻഡ്രോൺ. അപ്പോൾ അത് 2 ടൈപ്പാണ് വെച്ചിരിക്കുന്നത്. ഒരെണ്ണം നന്നായി ബുഷിയായിട്ട് വലുതായി വരുന്നുണ്ട്. ഒരെണ്ണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാങ്ങിങ് ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര ഉഷാറായിട്ട് വരുന്നില്ല. പക്ഷെ ഓക്കെയാണ്. വെള്ളത്തിൽ വെക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഞാൻ പറഞ്ഞില്ല ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് വരുന്നത്. അപ്പോൾ മണ്ണിനേക്കാളും എനിക്ക് തോന്നുന്നത് അവർക്ക് ഇപ്പോൾ കണ്ടില്ലേ, അവർ അത്രയും നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇവർക്ക് മൊത്തം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവരെല്ലാവരും അനങ്ങണത്. ഫാൻ എന്ന് പറയുന്നത് മറ്റേ വാൾ ഫാനാണ്, ഇങ്ങനെ റൊട്ടേറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ, അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ആ ഒരു ഈർപ്പുണ്ടല്ലോ, വെള്ളമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ അവർക്ക് സ്പ്രേ ചെയ്ത വെള്ളവും അത് നമ്മളുടെ മേത്തേക്ക് വരും. നല്ലൊരു കൂളിംഗ് ആണ്, അവർക്കും നല്ല രസമാണ്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ആണ് പോകണമെങ്കിലും ഞാൻ അവിടെ ഒരു 10 മിനിറ്റെങ്കിലും ഇരുന്ന് അവർക്ക് അത് ആ ഒരു ഫീലൊക്കെ കൊടുത്തിട്ടാണ് പോരാ. അപ്പോൾ അതാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി എന്തായാലും കുറേ ഈ കരിഞ്ഞ ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മണി പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണി പ്ലാന്റിൻ്റെ പല വെറൈറ്റീസാണ്. അതിൻ്റെയൊക്കെ പേരുകൾ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് മുന്നേ അറിയായിരുന്നു. ഇപ്പം ഞാൻ ഈ പറഞ്ഞ മാതിരി ഞാൻ കുറേ പറയണ്ടല്ലോ ദൈവമേ. ഈ ബോഗൻവില്ലേക്കും പിന്നെ ഓർക്കിഡിലേക്കൊക്കെ പോയോടുകൂടെ ഞാൻ ഇവരുടെയൊക്കെ പേരുകൾ കുറച്ചൊക്കെ മിസ്സാക്കി തുടങ്ങി, മൈൻഡിൽ നിന്ന് പോയി തുടങ്ങി. കാരണം ഇവർ അത്ര എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഒരു ഫസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, അത്രയും എണ്ണം കളക്ഷൻ തന്നെ ഇപ്പോഴും എൻ്റെ അടുത്ത് ആ സെയിം സാധനങ്ങൾ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉള്ളത്. ഈ ഇൻഡോർ വെച്ചത് ആണെങ്കിൽ പോവുകയുമില്ല. അവരങ്ങനെ അത്രയും ഉഷാറായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ആ സൈഡിലുള്ള ആ വലിയൊരു പോത്തോസ് ഇല്ലേ, ഗോൾഡൻ പോത്തോസ്, അത് അന്നേ ഉള്ളതാണ്. അത് ചുമരുമ്പോൾ ഇങ്ങനെ പടർന്ന് കയറിയിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ലീഫൊക്കെ വലുതായി വരിക. ആ ഒരു ചെറിയൊരു ചട്ടിയിലാണ് ആളിരിക്കണത്. പക്ഷേ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാൻ താഴെ കൂടിയൊക്കെ ആളെ എഴയാൻ തുടങ്ങും. അപ്പോൾ കട്ടയും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരാഴ്ച കഴിയുമ്പോഴൊക്കെയാണ് പോണത്. അപ്പം ഞാൻ അങ്ങോട്ട് കയറി പോണത്. അപ്പോഴൊക്കെ ആവും ഒരു വള്ളി ഇങ്ങനെ നീളത്തിൽ വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് താഴെ പോണതൊക്കെ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കണതൊക്കെ കട്ട് ചെയ്യും. ചുമരുമ്പോൾ മാത്രം ഡോറിൻ്റെ പാളിമലൊക്കെ ഉള്ളതൊക്കെ പതുക്കെ കട്ട് ചെയ്തൊക്കെ സെറ്റാക്കും. അങ്ങനെ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഇലകളും കാര്യങ്ങളൊക്കെ കളയാണ്. പിന്നെ വെച്ചാൽ നമ്മളുടെ മോണിറ്റൈസേഷൻ്റെ വീഡിയോ എടുക്കാനുള്ളതല്ലേ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ
കുറച്ച് വൃത്തിയൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ്റെ വീഡിയോയിൽ ഞാൻ അങ്ങോട്ട് ഇരുന്നപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് ആക്കി ഇരുന്നു കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ലൈറ്റ് മുഴുവൻ അവിടെ നിന്നല്ലേ വരുന്നത്. അപ്പോൾ എനിക്ക് അത് ബാക്ക്ഗ്രൗണ്ട് ആക്കാൻ പറ്റില്ല. ബാക്ക്ഗ്രൗണ്ട് മൊത്തം നമ്മളുടെ ഡോറാണ് വന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു പേരും പറഞ്ഞ് നമ്മളുടെ ഈ ഒരു ഏരിയ ഞാൻ ക്ലീനാക്കി സെറ്റാക്കി എന്ന് പറയാം. അപ്പോൾ അതൊരു വീഡിയോ ആയി. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു ഏരിയ കാണാനും പറ്റി. പിന്നെ ഇതിലും ഈ പറഞ്ഞ മാതിരി പിന്നെ ഇത് കണ്ടോ, ഇപ്പം ഈ ഇതിൽ വെള്ളത്തിലാണ് ഞാൻ പറഞ്ഞില്ലേ നിൽക്കണത്. പക്ഷെ അത്ര ഡെപ്ത് ഇല്ലാത്ത ഒരു പാത്രമാണിത് കണ്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഇപ്പം ഇതിങ്ങനെ ചെരിഞ്ഞിങ്ങനെ വീഴാറായ പോലെയാണ് നിൽക്കണം. നല്ല വെയിറ്റ് ഉണ്ട്, കാരണം ഒരുപാട് ലീവ്സ് ഉണ്ടല്ലോ. അപ്പം ഞാൻ ഓർത്തു അതെന്തായാലും കുറേ നാളായി സത്യത്തിൽ വിചാരിക്കണത് അത് കെട്ടിവെക്കണം. ഇപ്പോൾ ഇനി അവസാനം അത് വീണ് പോയി കഴിഞ്ഞിട്ടാവും. എപ്പോഴും ഞാൻ അങ്ങനെയാണ്. ഇപ്പോൾ തക്കാളിയൊക്കെ ആണെങ്കിൽ നമ്മളുടെ ബാക്കിൽ ഞാൻ കാണും, ഓക്കെ കെട്ടണം, നാളെ കെട്ടാം, മറ്റന്നാൾ കെട്ടാം എന്നൊക്കെ വിചാരിക്കും. ലാസ്റ്റ് ഞാനത് ചെയ്തത് എപ്പോഴാണ്, അതിങ്ങനെ ഒടിഞ്ഞ് വീഴാറായി. അതായത് ഒടിയില്ല, പക്ഷെ അതിന് മുന്നേ എന്തോ ഒരു കുരുത്തത്തിന് ഞാനത് കാണും. അത്രയും ആയതിനു ശേഷമാണ് ഞാനത് കെട്ടിവെക്കുള്ളൂ. അപ്പോൾ എന്തായാലും അതിനൊരു അപവാദമായിട്ട് ഞാൻ ഇപ്രാവശ്യം എന്ത് ചെയ്തു, വേഗം തന്നെ കെട്ടാന്ന് വെച്ചു. അപ്പോൾ അതിന് എന്താ പറയുക, വള്ളി തപ്പിപ്പോയതാണ്. ഒരു സാധനം നമ്മൾ തപ്പിപ്പോയി കഴിഞ്ഞാൽ കിട്ടില്ലല്ലോ. പിന്നെ ഇത് മുകളിലല്ലേ, താഴെ പോയി എടുക്കണ്ടേ. അപ്പോൾ ഇവിടെ തന്നെ വല്ലതും തപ്പി പിടിച്ച് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളുടെ ഏതോ ഒരു പാവാടയുടെ വള്ളി എന്തോ വെച്ചിട്ടാണ് കെട്ടണത്. ഇനി എന്തായാലും സാധനം സേഫായിരിക്കട്ടെ. എന്തായാലും സ്റ്റൂളോ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പം ഉണ്ടായേനെ. പിന്നെ അതൊന്നും എടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെയും എന്താ പറയുക, സമയം പോകും. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ഥലം നോക്കുക എന്ന ഒരു ഉദ്ദേശത്തിലാണ് മോളിക്ക് വന്നത്, മോണിറ്റൈസേഷൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോഴാണ് അതിനൊരു 1 മണിക്കൂറാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മുകളിലെത്തി കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. ഇതൊക്കെ ഒന്ന് മേശയൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് സെറ്റാക്കണം, അതായത് ലൈറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കണം എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. ആ വരവിലാണ് ഇപ്പോൾ ഇതൊരു എന്താ പറയുക വീഡിയോ ആയി മാറിയത്. അപ്പോൾ ആ ഒരു 1 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ആ 1 മണിക്കൂർ കൊണ്ട് എങ്ങനെയെങ്കിലും 1 മണിക്കൂറുള്ളൂ എന്ന് പറയാൻ കാരണം പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയമാണ്. അപ്പോൾ അതിന് മുന്നേ അത് എങ്ങനെയെങ്കിലും തീർക്കണ്ട, ഇല്ലെങ്കിൽ താഴ്ന്ന വിളി വരും, ഫുഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ വലിയ ഞാൻ പറഞ്ഞില്ലേ ഗോൾഡൻ പോത്തസിൻ്റെ ചട്ടി. കറക്റ്റായിട്ട് കാണുന്നില്ല, പക്ഷെ ചെറിയൊരു ചട്ടിയാണ്. അതിൽ ആകെ എനിക്ക് തോന്നുന്നു 6 ഇഞ്ചിൻ്റെ ചട്ടിയിലുള്ള മണ്ണേ ഉള്ളൂ. പക്ഷെ ആള് ഈ വെള്ളത്തിലാണ് ഈ ഉഷാറായി വരുന്നത് തന്നെ. നേരത്തെ ടെറസിൻ്റെ കാര്യം പറഞ്ഞിട്ട് അതങ്ങനെ പിന്നെ വേറെ അത് ഡൈവേർട്ടായി പോയി. ടെറസിൽ നമ്മളുടെ അടീനിയ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാൾ എന്തായിരുന്നു, കുറേ സക്കുലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ നാൾ. അത് കഴിഞ്ഞ് കുറച്ച് നാൾ ബോഗൈൻ വില്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസ് ഇങ്ങനെ മാറി വെക്കാൻ. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ബോഗൈൻ വില്ലാസാണ് ഈ ടെറസിന് ഈ ബാൽക്കണിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്. കാരണം അത്രയും നല്ല വെയിലും കാര്യങ്ങളുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് ബോഗൈൻ വില്ല വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ബോഗൈൻ വില്ല വെച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അവരാകെ ശോഷിച്ച് അവശതയായി. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുകളിലേക്ക് കയറുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര റെയറായിട്ടാണ്. കെടുക്കാൻ പോണ സമയത്ത് ആ ഒരു വൈകുന്നേരം കയറാമെന്നല്ലാതെ അല്ലാത്തൊരു സമയത്ത് എപ്പോഴെങ്കിലും ക്ലീൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് കെടുക്കാൻ മാത്രം പോണതുകൊണ്ട് അവിടെ വലിയ കാര്യമായിട്ട് പൊടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ 2 ആഴ്ച കൂടുമ്പോഴോ 3 ആഴ്ച കൂടുമ്പോഴോ ഒക്കെയാണ് അവിടെ ഒന്ന് തുടയ്ക്കുക എന്നുള്ള പരിപാടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇങ്ങനെ പകൽ സമയത്ത് ആ ഭാഗത്തേക്ക് പോകലില്ല വൈകുന്നേരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെറസിൽ ബാൽക്കണിയിൽ ചെടി വയ്ക്കുക എന്നുള്ളത് ഇല്ല. എന്താ പറയുക, താഴെയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ബോഗൈൻ വില്ലാസ് നിങ്ങൾക്ക് കാണാമല്ലോ. ബോഗൈൻ വില്ലാസ് ഇരിക്കണതൊക്കെ ചിലതൊക്കെ ഇരിക്കണത് ആകെ വെയിലുള്ള സ്ഥലത്തൊക്കെയാണ്, വെയിലില്ലാത്ത സ്ഥലത്തൊക്കെയാണ്. പക്ഷെ മുകളിലേക്ക് കുറേയൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാം. പക്ഷെ ഇതാണ് പ്രശ്നം. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ കുറേ എന്നിട്ടാണ് മദർ ഇൻ ലോ സ്റ്റങ്ക് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുടെ മിനിയേച്ചർ വേർഷനാണ്. അപ്പോൾ അതൊക്കെ കുറച്ചധികമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയല്ല, താഴെ ലിവിങ് റൂമിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വെച്ചത് ഈ പറഞ്ഞ മാതിരി നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. അതൊക്കെ ആകുമ്പോൾ ഈ സ്നേക്ക് പ്ലാന്റ് അതാണ് പ്രശ്നം. കുറച്ച് വെള്ളം കൂടി കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാണ്, കുറച്ച് വെള്ളം കുറഞ്ഞാലും പ്രശ്നം. പുറത്തെടുത്ത് വെക്കണം, വെയിൽ വേണം, അങ്ങനെയൊക്കെയാണ്. അതിന് ഏറ്റവും പറ്റിയത് CC പ്ലാന്റാണ് കേട്ടോ. CC പ്ലാന്റ് ഏത് ഇരുട്ടത്ത് വേണമെങ്കിലും വെച്ചാലും അവരിങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ഉഷാറായിട്ട് വരും.
അപ്പോൾ ഈ ചെടികൾ ഞാൻ പറഞ്ഞില്ലേ, ഈ സ്റ്റഡി റൂമിൽ വെച്ചിരിക്കുന്നത് ഇവരിരുന്ന് പഠിക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ എന്താ പറയുക ഗ്രീനറിയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്ന് പഠിച്ചോട്ടെ എന്നൊക്കെ വെച്ചിട്ടാണ്. പക്ഷേ ഇവർക്ക് ഗ്രീനറി ഒന്നും വേണ്ട. അവർ താഴെ ടി വിയുടെ സൗണ്ടും ഇല്ലെങ്കിൽ ടെഡിയോ മിൻഡിയോ കുക്കീനെയോ ഒക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ട് അങ്ങനെ ഇരുന്ന് പഠിക്കാനാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ അവർ ഇങ്ങോട്ട് വരാറേ ഇല്ല. എന്തെങ്കിലും ബുക്കുകൾ കുറേ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, അതെടുക്കാനായിട്ട് വരും. പിന്നെ ഈ പിയാനോ തന്നെയല്ല ഇതിന് പറയാ, കീബോർഡ്. ഇത് നമ്മൾ ദുബായിലുണ്ടായിരുന്നപ്പോൾ വാങ്ങിച്ചതാണ്. ഹസ്ബൻഡിൻ്റെ ഒരു ക്രേസ് ആയിട്ട് വാങ്ങിച്ചതാണ്. കുറേ വർഷങ്ങൾ മുന്നേ വാങ്ങിച്ചതാട്ടാ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അതും കൂടെ അതിനെയും കൂടെ കൊണ്ടുവന്നു. ഇടയ്ക്ക് ഇതുപോലെ വരും. ഇതൊരു ബാർ ഏരിയയും കൂടിയാണല്ലോ, അപ്പോൾ വരും കുറേ നേരം അതിങ്ങനെ പി സൗണ്ടൊക്കെ ഉണ്ടാക്കും. അതൊക്കെ അത് മാത്രമാണ് ഇപ്പോൾ പാവം അതിനെക്കൊണ്ട് അത് യൂസ് ചെയ്യണത്. അപ്പോൾ പിന്നെ കുറേ ഇലകളും കാര്യങ്ങളൊക്കെ ഞാൻ പൊട്ടിച്ച് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി സെറ്റാക്കണം. പിന്നെന്താ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെ തന്നെ നമ്മളുടെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട്. ഇതിൽ വലിച്ചു നീട്ടി എന്തായാലും ഈ വീഡിയോ എത്രയാക്കി. പിന്നെ കാരണം ഈ വീഡിയോ കുറേ എടുക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ പിന്നെ ഇനി അത് കട്ട് ചെയ്ത് കളയണ്ടേന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വലിച്ചു നീട്ടിയിട്ടത്. എനിക്കറിയാം എല്ലാവരും ആരും കാണില്ല. മോണിറ്റൈസേഷൻ്റെ വീഡിയോ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുഴുവനായിട്ട് കാണണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യാൻ പോയിട്ട് എന്താ പറയുക, സാധാരണ വീഡിയോസ് ഒരു 1300 1500 വ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ മോണിറ്റൈസേഷൻ്റെ വീഡിയോ 700 പോലും കടന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ആരും കണ്ടിട്ട് പോലും ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും കുറേ വലിച്ചു നീട്ടി ഇത്രയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് താല്പര്യമുള്ളവരൊക്കെ കണ്ടാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇനിയും വീഡിയോസൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നമ്മളുടെ മണി പ്ലാന്റുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് വളങ്ങളും കാര്യങ്ങളൊന്നും ഇവർക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ നല്ല ഉഷാറാണ്. നമ്മളുടെ മില്ലിക്കുട്ടി ഇവിടെ ഫുൾ ടൈം എൻ്റെ വീഡിയോ കണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഓക്കേ.